വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2 വാക്യങ്ങൾ 13 മുതൽ 22 വരെ. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടിയുണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്നും പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയുവാൻ 46 സംവത്സരമെടുത്തു, വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവൻ ഇത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ പ്രിയമുള്ളവരെ, പള്ളി കമ്മിറ്റി മീറ്റിംഗ് നടക്കുകയാണ്. വിഷയം സാമ്പത്തികം. സ്ഥിരക്കല്ലറകൾ കൊടുത്ത് അവസാനിച്ചു. ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. ഒരാൾക്കൊരു ഐഡിയ തോന്നി, സ്ഥിരക്കല്ലറ ഇനി ബാക്കിയില്ലാത്ത സ്ഥിതിക്ക് അവർക്ക് വേണ്ടി സിമിത്തേരിയുടെ ഉൾഭാഗത്തെ മതിലിൽ ഒരടി സമചതുരത്തിൽ പേരെഴുതി വയ്ക്കാൻ നിശ്ചിത സംഖ്യ വാങ്ങി അവസരം കൊടുത്താലോ? ചർച്ചയിൽ പങ്കെടുത്ത മിക്കവരും അതിനെ സ്വാഗതം ചെയ്തു. എന്നാൽ ചിലരെല്ലാം ചില വിയോജിപ്പുകൾ പറഞ്ഞെങ്കിലും അവർക്കൊക്കെ ഉത്തരം ലഭിച്ചു. ഉത്തരം ഇതാണ്: നമുക്കെന്താ നഷ്ടം? പള്ളിക്ക് കാശ് കിട്ടുന്ന കാര്യമല്ലേ, ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം മതിയല്ലോ. കമ്മിറ്റി തീരുമാനമെടുത്തു. പക്ഷേ ആവശ്യക്കാർ അധികം പേർ ഇല്ലാതിരുന്നതിനാൽ തീരുമാനം നടപ്പായില്ല. സമാനമായ സാഹചര്യങ്ങൾ നമ്മുടെ മിക്ക ഇടവകകളിലും ഉണ്ടാകാറുണ്ട്. ആരും അത് കാര്യമായി എടുക്കാറില്ല. പ്രത്യേകിച്ച് തിരുനാളിനോടനുബന്ധിച്ച് പള്ളി സംഘടനകൾ നടത്തുന്ന സ്റ്റോളുകൾ, ഐസ്ക്രീം, സോഡാ സർബത്ത് എന്നീ സ്റ്റോറുകൾ, അതുപോലെ സംഭാവന സ്വീകരിക്കാനുള്ള വഴികളായി മാറിയ പ്രസുതേന്തി വാഴ്ച, മറ്റ് അനുബന്ധ കർമ്മങ്ങൾ, ഇതിൽ നിന്നുള്ള വരുമാനം സംഘടയ്ക്കാണ് അല്ലെങ്കിൽ ആഘോഷ കമ്മിറ്റിക്കായതുകൊണ്ട് ആരും അതിനെ എതിർക്കാറില്ല. ഇന്നത്തെ സുവിശേഷം വിവരിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തെക്കുറിച്ചാണ്. യഹൂദരുടെ പെസഹ തിരുനാളിൻ്റെ നാളുകളിലാണ് ഈശോ അവിടെ എത്തുന്നത്. ഈശോ അവിടെ വന്നപ്പോൾ കണ്ടത് കച്ചവടക്കാരുടെ ബഹളമാണ്. അവിടെ ബലിമൃഗങ്ങളുടെ, പക്ഷികളുടെ ഒക്കെ വിൽപ്പനയുണ്ടായിരുന്നു. നാണയം മാറ്റത്തിന് അവസരങ്ങളുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം അധികാരികളുടെ അനുവാദത്തോടുകൂടി നടന്നിരുന്നതാണ്. ഇതെല്ലാം ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി തുടങ്ങിയതാണ്. ബലിയർപ്പിക്കാൻ വരുന്ന ജനങ്ങൾക്ക് വേണ്ടി എന്ന ന്യായീകരണം ഇതിനെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഈശോ അതൊന്നും ഗവനിക്കാതെയാണ് കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി അവരെയെല്ലാം പുറത്താക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 17-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്നെഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയും. എത്രയോ മനോഹരമായ ദേവാലയമാണ് ജെറുസലേം ദേവാലയം. അനേകായിരം ജനങ്ങൾ വർഷങ്ങളോളം പണിയെടുത്ത് പൂർത്തിയാക്കിയ ദേവാലയം. എന്നാൽ അതേ ജനത തന്നെയാണ് ആ മനോഹരമായ ദേവാലയത്തെ കച്ചവട സ്ഥലമാക്കി മാറ്റിയതും. ഈ സുവിശേഷ ഭാഗം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ സന്ദേശവും ഇത് തന്നെയാണ്. ദൈവസാന്നിധ്യത്തിൻ്റെ ഇടങ്ങൾ കച്ചവട സ്ഥലമായി മാറരുത്. ആരാധനയും കച്ചവടവും അത് രണ്ടും ഒന്നിച്ചു പോവുകയില്ല. 2-ാം അധ്യായം 16-ാം വാക്യം പറയുന്നു, എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയിൽ
പരിശുദ്ധാത്മാവ് സ്ഥാപിച്ച സഭയിലെ അംഗങ്ങളാണ് നാം. ആ സഭ എത്രയോ മനോഹരമാണ്. അത് സഭാമക്കളുടെ അശ്രദ്ധ മൂലം കച്ചവട സ്ഥലമായി മാറാൻ പാടില്ല. എത്രയെത്ര ന്യായീകരണങ്ങൾ ഉണ്ടായാലും സഭാകേന്ദ്രങ്ങളും ഇടവകകളും പണത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ, അത് നേടിയെടുക്കാൻ വ്യഗ്രത കാണിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രത്യാഘാതം ജെറുസലേം ദേവാലയത്തിൽ സംഭവിച്ചത് തന്നെയാണ്. വിശ്വാസത്തിൻ്റെ സാക്ഷ്യം അനുഷ്ഠാനങ്ങൾക്കും ആഘോഷങ്ങൾക്കുമായി വഴിമാറുന്നു. വിശ്വാസത്തിൻ്റെ വെളിച്ചം മങ്ങിത്തുടങ്ങുന്നു. ഒരു ദേവാലയത്തിലെ തിരുനാൾ അഥവാ ഇടവകയിലെ തിരുനാൾ ശ്രദ്ധേയമാകേണ്ടത് തിരുനാൾ ആചരിക്കപ്പെടുന്ന ആ വിശുദ്ധനോടുള്ള ഭക്തി മൂലമാണ്. എന്നാൽ ആ ദേവാലയ പരിസരങ്ങൾ ശബ്ദമുഖരിതമാകേണ്ടത് ദൈവസ്തുതികളാലാണ്, വിവിധ തരം കച്ചവടങ്ങളാലല്ല. തിരുനാളുകൾ ദൈവാരാധനയ്ക്ക് പ്രാധാന്യമില്ലാത്ത വെറും ദീപാലങ്കാരങ്ങളും വെടിക്കെട്ടും കച്ചവടങ്ങളും മാത്രമായി മാറാതിരിക്കാൻ സഭാംഗങ്ങളായ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ ആലയത്തെ പറ്റിയുള്ള തീക്ഷ്ണത സഭാമക്കളായ നമ്മളിലും വളരേണ്ടതുണ്ട്. അവസാനമായി ഈ സുവിശേഷം നൽകുന്ന മറ്റൊരു സന്ദേശം നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ചാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം ദൈവം വസിക്കുന്ന ആലയമാണ്. വിശുദ്ധ പൗലോസ്ലീഹ കോരിന്തോസ്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. നമ്മുടെ ശരീരമാകുന്ന ദേവാലയവും ദൈവം വസിക്കുന്ന ഇടമാണ്. അത് സ്വാർത്ഥതയുടെയും കാപട്യത്തിൻ്റെയും കച്ചവടത്തിൻ്റെയും ഇടങ്ങളാക്കാതെ നമ്മുടെ ഹൃദയം നിർമ്മലമായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിന് വസിക്കാൻ പറ്റിയ ഇടമാക്കി നമുക്ക് മാറ്റാം. ദൈവം വസിക്കുന്ന ആലയമായി നമ്മുടെ ശരീരവും നാം ആരാധന നടത്തുന്ന തിരുസഭ എന്ന ദേവാലയവും ദൈവത്തിൻ്റെ പ്രീതികരമായ ഇടങ്ങളാക്കി മാറ്റാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുവേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.